ഓഫാണ്. ഹലോ, കേൾക്കാമോ? ഹലോ. കേൾക്കാം സാർ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കൈനറ്റിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബാക്കി നമുക്കിന്ന് പഠിക്കാം. റോൾ നമ്പർ 18 ഉണ്ടോ? ഉണ്ട്. കേൾക്കാമോ സാറേ? കേൾക്കാം. നമ്മള് കൈനറ്റിക്സ് അല്ലായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത്? കൈനറ്റിക്സിലെ പുള്ളിയുടെ പോർഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്, സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മെനഞ്ഞാന്നൊരു വീഡിയോ ഗ്രൂപ്പ് ഇട്ടായിരുന്നു, കണ്ടായിരുന്നോ? കുറച്ച് ലാസ്റ്റത്തെ വീഡിയോ കണ്ടില്ല, മറ്റേ വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടായിരുന്നു പുള്ളിയുടെ. രണ്ട് പുള്ളിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടായിരുന്നോ? അതായത് കണ്ടായിരുന്നോ? അപ്പം അത് കണ്ടു കഴിഞ്ഞാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതാണ് ഞാൻ കാണാൻ പറഞ്ഞത്. അഞ്ചു കണ്ടില്ലായിരുന്നു അഞ്ചു? അത് ഞാൻ ഓർക്കുന്നില്ല സാറേ. തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ വായിച്ചേ. The system of body shown in figure starts from rest. Determine the acceleration of the body B and the tension in the string supporting body A. ഓക്കെ. ഫിഗർ ഉണ്ടോ ക്വസ്റ്റ്യന്റെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഫിഗർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാൻ പറ്റും.
കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് രണ്ട് ബോഡി ഉണ്ട്, ബിയും ഉണ്ട് എയും ഉണ്ട്. ഇതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിർത്തിയേക്കുവാണ്. അപ്പം റെസ്റ്റിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ സമയത്ത് അതിന്റെ ആക്സിലറേഷനും ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴേ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിനകത്ത് എയുടെ വെയിറ്റ് 500 ന്യൂട്ടണും ബിയുടെ വെയിറ്റ് 750 ന്യൂട്ടണുമാണ് അല്ലേ? അപ്പം ഏത് ബോഡി ആയിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ബോഡി ആയിരിക്കും ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവുന്നത്? എക്കാണോ ബിക്കാണോ? കേൾക്കാൻ വയ്യ സാറേ. എക്കാണോ ബിക്കാണോ ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവുന്നത്? താഴോട്ട് വരുന്നത് എ ആണോ ബി ആണോ? കേൾക്കുന്നുണ്ടോ? എന്താ കാര്യം? എക്ക് 500 ന്യൂട്ടൺ അല്ലേ, ബിക്ക് 750 ന്യൂട്ടൺ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് എ താഴോട്ട് വന്നേ? അത് ടെൻഷൻ എക്കല്ലേ, അല്ല ടെൻഷൻ കൂടുതൽ വരുന്നത്. അതെങ്ങനെ വരും ടെൻഷൻ കൂടുതൽ? എക്ക് എങ്ങനെ ടെൻഷൻ കൂടുതൽ വരും? അത് പോട്ടെ, എ ആയിരിക്കും താഴോട്ട് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബി ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇരിക്കുമല്ലേ അല്ലേ? 30 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇരിക്കുവാണ് ബി. അപ്പൊ അതിന്റെ ഫിഗർ ഞാൻ കാണിച്ചു. ഇതാണ് ബിയുടെ ഫിഗർ. ആയത് കണ്ടോ? ബിയുടെ ഫിഗർ ഉണ്ടോ? അതാണ് ബിയുടെ ഫിഗർ. അപ്പം വെയിറ്റ് എപ്പോഴും എങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അല്ലേ? എപ്പോഴും വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പം വെയിറ്റിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവത്തില്ലേ ഇവിടെ? ഇതിന്റെ ഇൻക്ലിനേഷന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവത്തില്ലേ? അപ്പൊ വെയിറ്റ് WM G അല്ലേ? WM G അല്ലേ? അപ്പൊ ഇവിടെ എം ജി. അപ്പൊ mg cos θ ഉണ്ടാവും, mg sin θ ഉണ്ടാവും അല്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ രണ്ട് കമ്പോണന്റ് ഉണ്ടാവും, mg cos θ ഉണ്ടാവും, mg sin θ ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ ഇതില് നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് മൂവ്മെന്റ് ഇല്ലല്ലോ. ഈ ബോഡി വെർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വെർട്ടിക്കൽ ആയിട്ട് മൂവ്മെന്റ് ഇല്ല. അപ്പൊ ഈ mg cos θ ക്യാൻസൽ ആയി പോകും. നമുക്ക് ഉള്ളി ഹൊറിസോണ്ടൽ മോഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഹൊറിസോണ്ടൽ മോഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ mg sin θ മാത്രമേ ഫോഴ്സ് ആയിട്ട് ഇതിന് mg sin θ ഫോഴ്സ് കൊടുത്താൽ മതി, ഇത് പൊങ്ങിക്കോളും. മനസ്സിലായോ? mg sin θ ഫോഴ്സ് കൊടുത്താൽ, അതായത് അത്രയും ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ ഇത് മുകളിലോട്ട് പൊങ്ങിക്കോളും. mg cos θ വെർട്ടിക്കലി മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് mg cos θ അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്കറിയാം ഇതിന്റെ വെയിറ്റ് 700 അല്ലേ? 700 അല്ലേ വെയിറ്റ്? അപ്പൊ 700 into sin 30. sin 30യുടെ വാല്യൂ എത്ര? 1/2 ആണോ? 1/2. അപ്പം 700 into 1/2 എടുക്കുമ്പോൾ 350 ന്യൂട്ടണിലേ ആവുന്നുള്ളൂ. 700 into sin 30. sin 30യുടെ വാല്യൂ 1/2. അപ്പൊ 700 into 1/2 എന്ന് പറയുമ്പോൾ 350 ന്യൂട്ടണിലേ ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് 350 ന്യൂട്ടൺ കൊടുത്താൽ മതി ഈ ബി എ പൊക്കാൻ. 700 ന്യൂട്ടൺ കൊടുക്കണ്ട. അപ്പൊ നമ്മളെ ഈ എയുടെ വെയിറ്റ് 500 ന്യൂട്ടൺ ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എ അല്ലേ താഴത്തോട്ട് വരത്തുള്ളൂ. അപ്പം പിന്നെ ഇതിനകത്ത് നോക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്സിലറേഷൻ. ഈ എയുടെ ആക്സിലറേഷൻ തന്നെ ആയിരിക്കുമോ ബിയുടെ ആക്സിലറേഷൻ? ഈ എയുടെ ആയിരിക്കത്തില്ല, ഒരു വ്യത്യാസം കാണും. എന്തായിരിക്കും വ്യത്യാസം? അതായത് അതിനാണ് ഞാൻ ആ വീഡിയോ കാണാൻ പറഞ്ഞത്. എയുടെ പകുതി ആക്സിലറേഷനെ ബി കാണത്തുള്ളൂ. ആ വീഡിയോക്കകത്ത് അവര് വ്യക്തമായിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഒന്നും കൂടെ എടുത്ത് കണ്ടിട്ടില്ല, ഒന്നും കൂടെ കാണണേ എല്ലാരും. അപ്പൊ ഈ എയുടെ ആക്സിലറേഷന്റെ പകുതി ആയിരിക്കും ബിയുടെ ആക്സിലറേഷൻ. ഇതിനകത്ത് രണ്ട് പുള്ളീസ് ഉണ്ട്. ഒരു ഫിക്സഡ് പുള്ളി ഉണ്ട്, ഒരു മൂവബിൾ പുള്ളി ഉണ്ട് അല്ലെ? ഒരു ഫിക്സഡ് പുള്ളി ഉണ്ട്, ഒരു മൂവബിൾ പുള്ളി ഉണ്ട്.
ഇതിനകത്ത് ഏതാ ഫിക്സഡ് പുള്ളി? ഒരു മൂവബിൾ പുള്ളിയുണ്ട്. ഇതല്ലേ ഫിക്സഡ് പുള്ളി? ഇതല്ലേ ഫിക്സഡ് ഈ പുള്ളി? ഈ സാധനമല്ലേ ഫിക്സഡ് പുള്ളി? കാണുന്നുണ്ടോ? ആ ഇതല്ലേ ഫിക്സഡ് പുള്ളി? കാണുന്നുണ്ട്. ഇതല്ലേ ഫിക്സഡ് പുള്ളി? ആ അപ്പൊ മൂവബിൾ പുള്ളി ഏതാ? ആണ് ഇതല്ലേ മൂവബിൾ പുള്ളി? ഇത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സലറേഷൻ, ഫിക്സഡ് പുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന ബോഡി എ അല്ലേ? ആ ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തേക്കുന്ന ബോഡിയുടെ ആക്സലറേഷന്റെ പകുതിയായിരിക്കും മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തേക്കുന്ന ബോഡിയുടെ ആക്സലറേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മൂവബിൾ പുള്ളിയുടെ 2 ടൈംസ് ആയിരിക്കും ഫിക്സഡ് പുള്ളിയുടെ. മൂവബിൾ പുള്ളിയുടെ 2 ടൈംസ് ആയിരിക്കും ഫിക്സഡ് പുള്ളിയുടെ ആക്സലറേഷൻ. നേരെ തിരിച്ചും പറയാം, കുഴപ്പമില്ലല്ലോ. അത് മനസ്സിലായോ? ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സലറേഷന്റെ പകുതി ആയിരിക്കും മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ആക്സലറേഷന്റെ ആക്സലറേഷൻ. അല്ലെങ്കിൽ ഈ മൂവബിൾ പുള്ളിയുടെ ആക്സലറേഷന്റെ ഡബിൾ ആയിരിക്കും ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സലറേഷൻ. അപ്പൊ AA=2AB എന്ന് എഴുതിക്കൂടെ? AA=2AB പറ്റുമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇത് ക്ലിയർ ആയല്ലോ? ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോക്കകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഫിക്സഡ് പുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സലറേഷന്റെ പകുതി ആയിരിക്കും മൂവബിൾ പുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഫോഴ്സസ് എടുക്കാം. ഈ ബി ബോഡി ശ്രദ്ധിച്ചോ? ബി എന്ന ബോഡി കണ്ടോ? ബി എന്ന ബോഡി എടുക്കാം. ബി എന്ന ബോഡിയിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ഇല്ല. ഇത് ഇവിടെ നമ്മൾ ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടില്ല. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഫ്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞെടുക്കണം. അപ്പം വേറെ എന്തൊക്കെ ഒരു ബോഡി വേറെ എന്തൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്? ആണോ? ഒന്നും കൂടെ ജോയിൻ ചെയ്യാൻ പറ. കട്ടായി പോന്നോ? അപ്പൊ നോക്ക്. അപ്പൊ അവിടെ ബി എന്ന ബ്ലോക്കിൽ ഒരു mg സൈൻ തീറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഒരു mg സൈൻ തീറ്റ അവിടെ ഞാൻ കാണിച്ചുതരാം. അവിടെ ഇതിന്റെ വെയിറ്റ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, വെയിറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പം രണ്ട് കമ്പോണന്റ് ആയിട്ട് എടുത്ത് mg കോസ് തീറ്റ എടുത്ത് mg സൈൻ തീറ്റ എടുത്ത്. അപ്പൊ mg കോസ് തീറ്റ വെർട്ടിക്കലി മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് mg കോസ് തീറ്റ അങ്ങ് ക്യാൻസൽ ആയി പോകും. പിന്നെ mg സൈൻ തീറ്റ മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ? അപ്പൊ ഒരു mg സൈൻ തീറ്റ ഒരു ഫിഗർ എടുക്കാം. ഇതാണ് ആ ഫിഗറേ. ഒരു mg സൈൻ തീറ്റ വെയിറ്റ് മാത്രമേ താഴോട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? വെയിറ്റ്. പിന്നെ ഇതില് ഈ ബോഡിയിൽ രണ്ട് ടെൻഷൻ ഇല്ലേ? രണ്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നോക്ക്, രണ്ട് സ്ട്രിങ്ങിന്റെ ടെൻഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാ ഒരു സ്ട്രിങ് തന്നെ രണ്ടായിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 2 ടൈംസ് ടി ആയിരിക്കും. രണ്ട് ടെൻഷൻ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ടെൻഷൻ എന്ന് പറയുമ്പോൾ 2t അല്ലേ? പ്ലസ് ടി 2t ആണ് നമ്മുടെ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 2t ടെൻഷൻ. അപ്പൊ ഇതിന്റെ മോഷൻ എങ്ങോട്ടാ? മുകളിലോട്ടാണോ താഴോട്ടാണോ? ഈ ബോഡി ബി ബോഡിയുടെ മോഷൻ മുകളിലോട്ടാണോ താഴോട്ടാണോ? താഴത്തോട്ടായിരിക്കത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ ബോഡി നോക്ക്. ഈ 500 ന്യൂട്ടൺ ബോഡി ഇവിടെ നമ്മൾ ഏതായിട്ട് പോകുന്നില്ലേ മുമ്പേ പറഞ്ഞത്? ഏതായിട്ട് പോകുമ്പോൾ ബി മേളിലോട്ടല്ലേ പോകത്തുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞ ഇൻക്ലൈൻഡ് ഇങ്ങോട്ട്. പറഞ്ഞോ. ഇവിടെ ഇത് രണ്ട് ടെൻഷൻ അല്ലേ? രണ്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ ബോഡി ബിക്ക്. ഏതാഴത്തോട്ടാ പോകുന്നത്?
ഏതായിട്ട് താഴത്തോട്ട് പോകുമ്പോ ഇംഗ്ലണ്ട് അപ്പം ബി മേളോട്ടല്ലേ പോകത്തുള്ളൂ. എയും ബി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കല്ലേ. മേളിലോട്ടാ പോകുന്നത്. എയും ബി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമല്ലേ. ആ അപ്പം ബി മേളോട്ടല്ലേ പോകത്തുള്ളൂ ഏതായിട്ട് പോയി കഴിഞ്ഞു. മേളിലോട്ടേ പോകത്തുള്ളൂ. അപ്പം ഇതിൽ ഏറ്റവും കൂടിയ ഫോഴ്സ് 2T ആയിരിക്കുമല്ലോ. നമ്മൾ ഏത് ഡയറക്ഷനിലാ മോഷൻ നടക്കുന്നത് ആ ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇത് മുകളിലോട്ടല്ലേ മോഷൻ നടക്കുന്നത്. അപ്പം 2T ആണ് പോസിറ്റീവ്. 2T ആണ് പോസിറ്റീവ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് mg sin θ, mg sin θ, sin 30. അപ്പൊ അതാണ് അവിടുത്തെ ഫോഴ്സ്. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതാണല്ലേ 2T മൈനസ് mg sin θ ആണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ നമ്മള് ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഒരു ഫോഴ്സ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ അറിയോ? ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, F ഈക്വൽ ടു ma. അപ്പൊ F ഈക്വൽ ടു m. എഫിന്റെ വാല്യൂ കിട്ടിയല്ലോ 2T മൈനസ് mg sin θ ഈക്വൽ ടു ma. ഇതിന്റെ മാസ് എത്ര? ഈ ബോഡിയുടെ മാസ് എത്ര? വെയിറ്റ് തന്നിട്ടുണ്ട് 700 ന്യൂട്ടണിന് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ മാസ് എത്ര ആയിരിക്കും? 700 അല്ലേ? 700 ആണോ 750 ആണോ? നോക്കട്ടെ. 750 കേട്ടോ. അപ്പം ഇവിടെ 7 അപ്പം മാസ് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ മാസിലോട്ട് ആക്കുന്നത് എങ്ങനെ? അന്നേരം 750 divided by 9.8. അതായത് W ഈക്വൽ ടു mg. അപ്പൊ m ഈക്വൽ ടു W/g ഈക്വൽ ഇൻറ്റു AB ഇൻറ്റു ആക്സിലറേഷൻ, ബിയുടെ ആക്സിലറേഷൻ. ഇപ്പൊ ഈ ഇക്വേഷൻ എഴുതിയതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ ഇക്വേഷൻ എഴുതിയതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അത് 700 ഞാൻ എഴുതിയ മിസ്റ്റേക്ക്. ഇവിടെ 750 ആണ് കേട്ടോ. MB 750 എഴുതിയ മിസ്റ്റേക്കാ. അപ്പം പിന്നെ ഈ 2 എടുത്ത് എല്ലാത്തിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പം T ആവും. അത് കുഴപ്പമില്ലല്ലോ, അതറിയാലോ. അപ്പൊ അടുത്ത ബോഡി എടുക്കാം. അപ്പൊ ഇനി എ എന്ന ബോഡി എടുക്കാം. എ ബോഡിയിൽ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്? എ ബോഡിയിൽ വെയിറ്റ് താഴോട്ട് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് കമ്പോണന്റ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇല്ല, കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ട് കിടക്കുന്നുണ്ട്. സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. 500 വെയിറ്റ് തന്നെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 500 ന്യൂട്ടൺ വെയിറ്റ് തന്നെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് പിന്നെന്തുണ്ട്? ആ റോപ്പിന്റെ ഒരു ടെൻഷനും ഇല്ലേ മുകളിലോട്ട്? ടെൻഷനുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ എയുടെ മോഷൻ എങ്ങോട്ടാ? താഴോട്ടാണോ മേളോട്ടാണോ? താഴത്തോട്ടാണ്. അപ്പൊ ഏത് ഫോഴ്സ് ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്? വെയിറ്റ് അല്ലേ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്? 500 ന്യൂട്ടൺ നമ്മൾ പോസിറ്റീവ്. 500 മൈനസ് T ആണ് ഇവിടുത്തെ ഫോഴ്സ്. 500 വെയിറ്റിനെ ഓപ്പോസിറ്റ് ചെയ്ത് ടെൻഷൻ ഉണ്ട്. അപ്പൊ 500 മൈനസ് T ആണ് ഇവിടുത്തെ ഫോഴ്സ്. അപ്പൊ F ഈക്വൽ ടു ma അല്ലേ? F ഈക്വൽ ടു ma അല്ലേ? അപ്പൊ ഇവിടുത്തെ മാസ് എത്ര? ഇവിടുത്തെ മാസ് 500 divided by 9.8. ഓക്കെ. അപ്പം ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് എ, ഈ ബോഡിയുടെ ആക്സിലറേഷൻ m ഇൻറ്റു എ. അപ്പം ഇത് ഫിക്സഡ് പുള്ളി കണക്ട് ചെയ്തേക്കുന്ന ബോഡി ഇല്ലയോ എ അല്ലേ? ബി എന്ന് പറയുന്നത് മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തേക്കുന്ന ബോഡി അല്ലേ ബി? അപ്പം ബി എന്ന പുള്ളിയുടെ ആക്സിലറേഷന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ ബി എന്ന ബോഡിയുടെ ആക്സിലറേഷന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ എ എന്ന ബോഡിയുടെ ആക്സിലറേഷൻ? അപ്പൊ A=2AB എന്ന് എഴുതി കൂടെ? 2AB എന്ന് എഴുതാലോ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. നേരത്തെ ഒരു ഇക്വേഷനും കിട്ടി, ഇപ്പോഴും ഒരു ഇക്വേഷൻ കിട്ടി. ആ 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ കിട്ടും. അത് ആഡ് ചെയ്യുന്ന ഞാൻ കാണിക്കണോ? ആഡ് ചെയ്യുന്ന കാണിക്കണോ? കാണിച്ചുതരാം. വേണ്ട.
ഓക്കെ അല്ലേ? രണ്ട് ഇക്വേഷൻ കിട്ടി. ആ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് അൺനോൺ ആയിട്ട് എ ബി മാത്രമേ ഉള്ളൂ. ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ടെൻഷൻ ക്യാൻസൽ ആയി പോകും. അതിന് പിന്നെ ആക്സിലറേഷൻ എയുടെ ബോഡിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പറ്റും. അപ്പം മറ്റേതിനകത്ത് ഇത് ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മൈനസ് ടിയും മറ്റേതിനകത്ത് പ്ലസ് ടി ആണ്. ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചോ? 500 മൈനസ് ടി അല്ലേ ഇവിടെ? ഇവിടെ 500 മൈനസ് ടിയും ഇവിടെ ടി മൈനസ് 187.5 ആണ്. അപ്പൊ ഈ ഇവിടുത്തെ ടി പോസിറ്റീവ് ആണ്, ഇവിടുത്തെ ടി നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. ടെൻഷൻ ക്യാൻസൽ ആയി പോകും. പിന്നെ ആക്സിലറേഷൻ മാത്രം വരും. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ കിട്ടും. അത് കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ശരി, പൊക്കോ. അടുത്ത വിളിക്കാം. പൊക്കോ. Roll number 7. ഉണ്ടോ? ഹലോ, ഉണ്ടോ? Roll number 32. ഹലോ. ഹലോ. നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് കേട്ടായിരുന്നു? മനസ്സിലായോ? മനസ്സിലായി. ഇന്നലെ അയച്ച വീഡിയോ ഉണ്ടായിരുന്നു? ഇന്നലെ അല്ല, ഞാൻ അയച്ച വീഡിയോ ഇല്ല സർ. എന്താ കാണാഞ്ഞേ? മറന്നുപോയി. ഈ ക്വസ്റ്റ്യൻ വായിക്കും. Determine the tension in the string and acceleration of two bodies of mass 300 kg and 100 kg connected by a string and frictionless and weightless pulley as shown in figure. ഇതാണ് അതിന്റെ ഫിഗർ. എന്താ ഈ ക്വസ്റ്റ്യൻ അത് കണ്ടുപിടിക്കണ്ടേ? ടെൻഷനും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടെൻഷനും പിന്നെന്താ കണ്ടുപിടിക്കണം? ആക്സിലറേഷനും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ബോഡി എടുക്കാം. അപ്പം ഈ ഒരു ബോഡി പുള്ളി അറേഞ്ച്മെന്റ് കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടുണ്ട്. അപ്പൊ ഇതില് എ എന്ന ബോഡിയും ഉണ്ട്. എ എന്ന ബോഡിക്ക് 300 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ബി എന്ന ബോഡിക്ക് 100 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പം ഏത് ബോഡി ആയിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത്? ഏത് ബോഡി ആയിരിക്കും മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്? ഏതാണ്? കണ്ട തന്നെ മനസ്സിലാവുമല്ലോ. സ്വാഭാവികമായിട്ട് എ ആയിരിക്കത്തില്ലേ? എക്കല്ലേ വെയിറ്റ് കൂടുതൽ. അപ്പൊ എ ആയിരിക്കത്തില്ലേ താഴോട്ട് മൂവ് ചെയ്യുന്നത്? ബി മുകളിലോട്ടും അല്ലേ മൂവ് ചെയ്യുന്നത്? അതെ സാർ. ഞാനൊരു ഫിക്സഡ് പുള്ളിയുടെയും മൂവബിൾ പുള്ളിയുടെയും കാര്യം പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത്? ഇത് ഫിക്സഡ് പുള്ളി, ബി എ ഫിക്സഡ് പുള്ളി, മറ്റേത് എയുടെ കണക്ഷൻ ചെയ്തിരിക്കുന്നത് ഫ്രീയും, മറ്റേത് ഫിക്സഡും. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലായിരുന്നു, എന്തായിരുന്നു? അതായത് ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷന്റെ പകുതി ആയിരിക്കും മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷൻ. അല്ല, അങ്ങനെ പറഞ്ഞില്ലായിരുന്നു? ആ വീഡിയോ കണ്ടാൽ മതി, അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് ബി ആണ് ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫിക്സഡ് പുള്ളി.
ഇതാണ് ഫിക്സഡ് പുള്ളി. Okay. ഈ ബ്ലോക്ക് ബി ആണ് ഫിക്സഡ് പുള്ളി കണക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് എ ആണ് മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ബ്ലോക്ക് ബിയുടെ ആക്സിലറേഷന്റെ പകുതി ആയിരിക്കും ബ്ലോക്ക് എയുടെ ആക്സിലറേഷൻ. അല്ലെങ്കിൽ ബ്ലോക്ക് എയുടെ ആക്സിലറേഷന്റെ ഇരട്ടി ആയിരിക്കും ബ്ലോക്ക് ബിയുടെ ആക്സിലറേഷൻ. നമുക്കിനി ഫോഴ്സസ് എടുക്കാം. അപ്പം ഫിഗർ ഉണ്ടല്ലോ, അപ്പൊ ഫോഴ്സ് എടുക്കാം. എടാ നമുക്ക് ആ 300 കിലോഗ്രാം വെയിറ്റിന്റെ ഫോഴ്സ് എടുക്കാം. ആ നോക്ക്. അപ്പൊ ഈ 300 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാ, ഏതൊക്കെയാ? 300 കിലോഗ്രാമിൽ അതിന്റെ വെയിറ്റ് താഴോട്ട് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് 300 കിലോഗ്രാം വെയിറ്റ് അല്ലല്ലോ, ഇത് മാസിൽ വന്നേക്കുന്നത്. അപ്പം വെയിറ്റ് എത്ര ആയിരിക്കും? അപ്പം അതിന്റെ കൂടെ ബൈ 9 വെയിറ്റ് 9 ബൈ 8 സോറി മാസം വന്നേക്കുന്നത്. അപ്പം അതിന് വെയിറ്റ് ആക്കുന്ന എങ്ങനെ? 9.8 വെച്ച് ഡിവൈഡ് ചെയ്യണം, ഗുണിക്കണം. W = mg അല്ലേ? W mg. അപ്പം ഈ തന്നേക്കുന്ന മാസിനെ 9.8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഈ ബോഡിയിൽ 2 ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. രണ്ട് T മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ 300 കിലോഗ്രാം. അപ്പൊ മുകളിലോട്ട് 2T ഉണ്ട്, താഴോട്ട് വെയിറ്റും ഉണ്ട് അല്ലേ? ഈ ബോഡിയിൽ 2 ടെൻഷൻ ഉണ്ടല്ലോ. 2 ടെൻഷൻ ഉണ്ട്, 2T. 2 ടെൻഷൻ ആയതുകൊണ്ട് 2T, മുകളിലോട്ട് 2T ഉണ്ട്, താഴോട്ട് വെയിറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ ഇതെടുക്കാം ഒരു മിനിറ്റ്. അപ്പം ഇതിന്റെ ബോഡിയുടെ ഈ 300 കിലോഗ്രാം ബോഡിയുടെ മൂവ്മെന്റ് താഴോട്ടല്ലേ? വെയിറ്റ് കൂടുതൽ കാരണം ആ ബോഡിയല്ലേ താഴോട്ട് പോകത്തുള്ളൂ. അപ്പം ഏതാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്? വെയിറ്റ് ആണോ ടെൻഷൻ ആണോ? താഴത്തോട്ട് അല്ല മേലോട്ട് പോകുന്ന ഫോഴ്സ്. ഏത് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത് അതിന്റെ ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് താഴോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, അപ്പൊ വെയിറ്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കും. W - 2T അപ്പം W മൈനസ് മുകളിലോട്ട് 2T അല്ലേ? മുകളിലോട്ട് 2 ടെൻഷൻ ഉണ്ട്. W - 2T ആണ് ഇവിടുത്തെ ഫോഴ്സ്. ഓക്കെ അല്ലേ? W - 2T ആണ് ഇവിടുത്തെ വെയിറ്റ്. അപ്പൊ ഇനി അടുത്ത നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് പ്രകാരം നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, F = ma. അറിയാലോ? അപ്പം ഇതിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ M 300 അല്ലേ? ഡയറക്റ്റ് മാസ് വന്നേക്കുന്നത് M 300. അപ്പം ഡിവൈഡിങ് ഒന്നും ചെയ്യണ്ട. M തന്നിട്ടുണ്ട്. M = 300 into ആക്സിലറേഷൻ ഓഫ് ദിസ് ബോഡി. ഓക്കെ അല്ലേ? ആ ഇക്വേഷൻ W - 2T = 300 into a എന്ന് എഴുതിയത് സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഈ W പകരം 300 into 9.81 എന്ന് എഴുതി. കാരണം W ഇവിടെ തന്നേക്കുന്ന മാസ് ആണ്. മാസിനെ വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ into 9.81 ചെയ്യണം. അപ്പം W പകരം 300 into 9.81 എന്ന് എഴുതി. - 2T = 300 into a എന്ന് എഴുതി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് ബോഡി എടുക്കാം. ഓക്കെ, സെക്കൻഡ് ബോഡി എടുക്കാം. അപ്പൊ സെക്കൻഡ് ബോഡിയിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? വെയിറ്റും ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു ടെൻഷൻ അല്ലേ ഉള്ളൂ, ഒരു ലൈനല്ലേ വലിക്കുന്നുള്ളൂ. അപ്പൊ ഒരു ടെൻഷൻ അല്ലേ ഉള്ളൂ അവിടെ. അപ്പൊ ഈ ബോഡി എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? ഈ ബോഡി, ഈ 100 കിലോഗ്രാം ബോഡി മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്? അപ്പൊ ഏതാ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്? ടെൻഷൻ. അപ്പം ടെൻഷൻ അല്ലേ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്? ഏത് ഡയറക്ഷനിലാണ് മോഷൻ അതാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം T ആണ് പോസിറ്റീവ്. T - W ആണ് ഇവിടുത്തെ ഫോഴ്സ്. ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 100 കിലോഗ്രാം അല്ലേ? ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് ബി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ ആക്സിലറേഷൻ ഇവിടെ AB ആണ്, അത് എയുടെ ഫോമിലോട്ട് മാറ്റണം, എങ്കിലും നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പം ഞാനൊരു ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നല്ലോ, അതായത് പകുതി ഫിക്സഡ് പുള്ളിയുടെ അതായത് ഫിക്സഡ് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷന്റെ പകുതി ആയിരിക്കും മൂവബിൾ പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയുടെ ആക്സിലറേഷൻ. അപ്പൊ എ ബി ഈസിക്കൽ ടു 2a എന്ന് എഴുതാം. എ ബി ഈസിക്കൽ ടു 2a എന്ന് എഴുതാമല്ലോ. അപ്പൊ ഈ ബോഡിയുടെ ആക്സിലറേഷൻ ഡബിൾ ആണ് എ ബിയുടെ ആക്സിലറേഷൻ. അപ്പൊ ഈ ബോഡിയുടെ ആക്സിലറേഷൻ എ ആണ്, അതിന്റെ ഡബിൾ ആണ് ഇവിടുത്തെ എ ബിയുടെ ആക്സിലറേഷൻ. അപ്പം ഈ എ ബിക്ക് പകരം നമുക്ക് 2a എന്ന് എഴുതാം. എ ബിക്ക് പകരം 2a എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടെൻഷൻ ക്യാൻസൽ ആയി പോകും. ഈ 2 അങ്ക് ഇവിടെ ഈ ഇക്വേഷൻ കണ്ടോ, 300 into 9.81 minus 2t ഉള്ള ഇക്വേഷൻ കണ്ടോ? അപ്പം ടോട്ടൽ ഇക്വേഷൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 2 അങ്ങ് പോകും. എല്ലാ ഇക്വേഷനും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 2 അങ്ങ് പോകും. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് രണ്ട് ടീം ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ കിട്ടും. ആക്സിലറേഷന്റെ വാല്യൂ കിട്ടിയ ടെൻഷന്റെ വാല്യൂയും കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ സാർ. ശരി, പൊക്കോ. അടുത്ത മനസ്സിലായി. ശരി, പൊക്കോ. അടുത്ത റോൾ നമ്പർ 33 ഉണ്ടോ? 33 ഉണ്ടോ? റോൾ നമ്പർ 33. ആബ്സെന്റ് ആണോ? ഹലോ, 44 ഉണ്ടോ? റോൾ നമ്പർ 44 ഉണ്ടോ? 44. ഹലോ, 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 ഹലോ. 49 ഉണ്ടോ? 44 കേൾക്കുന്നില്ല. ഹലോ, 49 ഉണ്ടോ? 49. ഹലോ സർ. ഹലോ. സേതു മാധവൻ, ഇതെല്ലാം കണ്ടായിരുന്നോ? അല്ല, ഇതെല്ലാം കേട്ടായിരുന്നോ? കണ്ടു. മനസ്സിലായോ? പറഞ്ഞെല്ലാം മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കും, പെട്ടെന്ന് വായിക്കും, ഇപ്പം തീരും. 7 മിനിറ്റും കൂടെ. Two smooth inclined planes whose inclinations with horizontals are 30 degree and 20 degree are placed back to back. Two bodies of mass 10 kg and 5 kg are placed on them and are connected by a string as shown in the figure. Calculate the tension in the string and the acceleration of the bodies. Okay. ഈ ഫിഗർ ഉണ്ടോ? ഹലോ സർ, ഫിഗർ ഉണ്ടോ? കാണാൻ പറ്റുന്നോ? കണ്ട്. ഓക്കെ. രണ്ട് വെയിറ്റ് ഉണ്ട്. 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ബോഡിയും 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ബോഡിയും ഒരു പുള്ളി വഴി കണക്ട് ചെയ്തിരിക്കുക, ഒരു റോപ്പ് വഴി. അപ്പം ക്വസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്നത് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, ടെൻഷൻ കണ്ടുപിടിക്കണം, അല്ലേ? ഓക്കെ. നമുക്ക് ഇത് 10 കിലോഗ്രാം, ഇതിനകത്ത് 2 ബോഡി ഉണ്ട്. ഏത് ബോഡി ആയിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത്? 10 കിലോഗ്രാം. ഓക്കെ, 10 കിലോഗ്രാം ആയിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം 10 കിലോഗ്രാം ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാ? ടെൻഷൻ ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടൽ, പിന്നെ വെയിറ്റും ഇല്ലേ?
ആ വെയിറ്റ് ഉണ്ട്. വെയിറ്റിന്റെ ഏത് കമ്പോണന്റ് എവിടെ എടുക്കുന്നത്? സൈൻ കമ്പോണന്റ് ആണോ എടുക്കുന്നത്, കോസ് കമ്പോണന്റ് ആണോ എടുക്കുന്നത്? ഞങ്ങൾക്ക് മുമ്പേ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. അത് നോക്ക്, ഇതാണ് ഈ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഈ ഇട്ട ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇല്ല സാർ. ആ കണ്ടു. ഇതിനകത്ത് ഈ വെയിറ്റ് എപ്പോഴും ഹൊറിസോണ്ടലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ വെയിറ്റിന് രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. എം ജി കോസ് ഉണ്ടാവും, എം ജി സൈൻ തീറ്റ ഉണ്ടാവും. അതിനകത്ത് എം ജി കോസ് തീറ്റ വെർട്ടിക്കലി മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് എം ജി കോസ് തീറ്റ ക്യാൻസൽ ആയി പോകും. അപ്പം പിന്നെ ആകെ ഉള്ളത് എം ജി സൈൻ തീറ്റ ആണ്. അപ്പൊ എം ജി സൈൻ തീറ്റ ഡൗൺവേർഡ് ആയിട്ട് വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ അല്ലേ? അപ്പൊ ആ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ആണ് എം ജി സൈൻ തീറ്റയും ടിയും. അപ്പൊ ഇതിനകത്ത് ഏതാ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്? എം ജി സൈൻ തീറ്റ ആണോ സൈൻ തീറ്റ ആണോ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്? ടെൻഷൻ ആണോ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്? എം ജി സൈൻ തീറ്റ. കാരണം എന്താ? ഡയറക്ഷൻ നോക്കുമ്പോ, അതായത് ആ 10 കിലോഗ്രാം ബോഡി ആ വെയിറ്റ് ഉള്ളതായിരിക്കും താഴോട്ട് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്ന, ഏത് ഡയറക്ഷനിലാണ് മൂവ്മെന്റ്, ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എം ജി സൈൻ 30 പോസിറ്റീവ് ആയിട്ട് എടുത്ത് അല്ലേ? എം ജി സൈൻ 30 പോസിറ്റീവ് ആയിട്ട് എടുത്ത്, ടെൻഷൻ നെഗറ്റീവ് ആയിട്ട് എടുത്ത്. അപ്പൊ എം ജി സൈൻ 30 മൈനസ് ടി ആണ് അവിടുത്തെ ഇക്വേഷൻ അല്ല, ഫോഴ്സ് അല്ലേ? ഫോഴ്സ്. ഓക്കെ. അപ്പൊ എഫ് ഈസിക്കൽ ടു എം എ അറിയാലോ, എഫ് ഈസിക്കൽ ടു എം എ ആണെന്ന് അറിയാലോ. അപ്പൊ ഇതിനകത്ത് മാസ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റിനകത്ത് മാസ് ആണോ വന്നേക്കുന്നത്, വെയിറ്റ് ആണോ വന്നേക്കുന്നത്? ക്വസ്റ്റിനകത്ത് മാസ് ആണ് തന്നേക്കുന്നത് അല്ലേ? മാസ് അല്ലേ? അപ്പൊ മാസ് 10 കിലോഗ്രാം. അപ്പൊ എമ്മിന് പകരം 10 കിലോഗ്രാം ഇൻറ്റു എ 10 കൊടുക്കും. ഓക്കെ. ഇനി അടുത്ത സെക്കൻഡ് ബോഡി എടുക്കാം. സെക്കൻഡ് ബോഡി എടുക്കുമ്പം സെക്കൻഡ് ബോഡി ബി കണ്ടോ? ഹലോ, കണ്ടു. അപ്പം ബോഡി ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെട്ടെന്ന് പറഞ്ഞു 3 മിനിറ്റും കൂടെ ഉള്ളൂ, പെട്ടെന്ന് പറ. ബോഡി ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാ? ബോഡി ബിയില് അത് ടെൻഷനും, പിന്നെ ടെൻഷൻ മുകളിലോട്ടുണ്ട്, പിന്നെ താഴോട്ട് എന്തായിരിക്കും? സൈൻ തീറ്റ, എം ജി സൈൻ തീറ്റ അല്ലേ? എം ജി സൈൻ തീറ്റ. ഓക്കെ. ഇതിനപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ബോഡിയുടെ മോഷൻ മുകളിലോട്ടല്ലേ? അപ്പം ടി പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലേ? ടി പോസിറ്റീവ് ആയിട്ട് എടുക്കണം. എം ജി സൈൻ 20 നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പം ടി മൈനസ് എം ജി സൈൻ 20 ആണ് ഇവിടുത്തെ ഫോഴ്സ്. ടി മൈനസ് എം ജി സൈൻ 20 ആണ് മാസും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ രണ്ട് ബോഡിയുടെ ആക്സിലറേഷൻ സെയിം അല്ലേ? ഈ രണ്ട് ഒരു സ്ട്രിംഗിൽ കണക്ട് ചെയ്തിരിക്കും, സെയിം ആയിരിക്കുമല്ലോ. ഈ സെയിം ആയിരിക്കും. അപ്പം ആക്സിലറേഷൻ സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടെൻഷനും കട്ടായി പോകും. മൈനസ് ടീം പ്ലസ് ടീം ടെൻഷനും കട്ടായി പോകും. അപ്പൊ നമുക്ക് ബോഡിയുടെ അതിന്റെ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ശരി, മനസ്സിലായല്ലോ അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തല്ലോ നാജിദ് ഗഫൂർ ഉണ്ടോ? എടുത്തു സാർ. ഓക്കെ, ശരി. എന്നാ ശരി എന്നാ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹലോ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ആരാ രഹസ്യം പറയുന്നത്? അപ്പൊ ശരി, ബൈ.